അഗ്നിസാക്ഷി ഭാഗം 6. ചായ കുടിച്ച ശേഷം കാശി അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ അച്ഛമ്മയുടെ അടുത്ത് നിൽക്കുന്ന ഉണ്ണിക്കുട്ടനെ കണ്ടു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ചെന്നു. മോനെ ഉണ്ണിക്കുട്ട, വാ, അച്ഛൻ കുളിപ്പിക്കണ്ടേ മോനെ? ഉണ്ണിക്കുട്ടൻ ദേഷ്യത്തോടെ അച്ഛമ്മയുടെ പിന്നിലൊളിച്ചു. വേണ്ട, എന്നെ ഇന്ന് അച്ഛമ്മ കുളിപ്പിച്ചാൽ മതി. അത് കേട്ടതും കാശിയുടെ മുഖം വാടി. അതെന്താ, എന്നും അച്ഛനല്ലേ മോനെ കുളിപ്പിക്കാറ്? വേണ്ട, അപ്പോൾ മോൻ അച്ഛനോട് പിണക്കാം, അവൻ പറഞ്ഞു. അത് കേട്ടതും കാശി വിഷമത്തോടെ തിരിഞ്ഞു നടന്നു. മുറിയിൽ ചെന്ന് യൂണിഫോം മാറ്റി ഡൈനിങ് ടേബിളിനരികിലേക്ക് വന്നപ്പോൾ വീണ ഉണ്ണിക്കുട്ടിന് ഭക്ഷണം കൊടുക്കുന്നതാണ് കണ്ടത്. അവൻ അവിടെ ഇരുന്നു. വീണ പ്ലേറ്റിൽ ഇഡലിയും സാമ്പാറും വിളമ്പി. കാശിനാഥൻ അതിൽ നിന്ന് ഒരു കഷ്ണം പൊട്ടിച്ച് ഉണ്ണിക്കുട്ടിന് നേരെ നീട്ടി. ഇതാ മോനെ, കഴിക്കേ. അവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. എനിക്ക് വേണ്ട. അതും പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് നടന്നു. അത് കണ്ട് കാശിക്ക് വിഷമമായി. അവൻ ഭക്ഷണം അവിടെ തന്നെ വെച്ച് എഴുന്നേറ്റു. കാശിയേട്ടാ, ഭക്ഷണം കഴിക്കും. അവൻ എന്ത് ദേഷ്യത്തിന് പറഞ്ഞതാ? വീണ പറഞ്ഞു. എനിക്ക് വേണ്ട, തീരെ വിശപ്പില്ല. അത് പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. യശോദാമ്മ അപ്പോൾ അവിടേക്ക് വന്നു. എന്തു പറ്റി മോളെ, മുഖം വെള്ളാതിരിക്കുന്നു? എന്താ? അവളുടെ മുഖത്തെ വിഷമം കണ്ട് യശോദ തിരക്കി. ഈ കാശിയെണ്ണൊന്ന് കഴിക്കാതെ പോയത്. അതെന്താ? ഓ, പുതുമണമാട്ടി വിളമ്പിക്കൊടുക്കും കഴിഞ്ഞിട്ടാവും. അതല്ലമ്മേ, ഉണ്ണിക്കുട്ടൻ നല്ല ദേഷ്യത്തിലാണ്. എപ്പോഴും കാശിയേട്ടനല്ലേ അവനെ കുളിപ്പിക്കുകയും ആഹാരം കൊടുക്കുകയോ ഒക്കെ ചെയ്തിരുന്നത്. ഇന്ന് അവൻ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആകെ സങ്കടമായി. അതാ ഒന്ന് കഴിക്കാതെ പോയത്. ഓരോ വേണ്ടാതെ നിങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ ആലോചിക്കണം. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അവൻ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോളൂ. അതും പറഞ്ഞ് യശോദ നടന്നു. വീണയും വിഷമത്തോടെ അടുക്കളയിലേക്ക് നടന്നു. വാതിലിൻ്റെ മറവിൽ നിന്ന് ഇതെല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു ശ്രീപാർവതി. അത് കേട്ടതും അവൾക്കും അല്പം വിഷമം തോന്നി. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം, അവൾ മനസ്സിലുറപ്പിച്ചു. ജീപ്പ് മുറ്റത്ത് വന്ന് നിന്നു. ജിതിൻ ഫോണടിച്ചു. തലയിൽ തൊപ്പിയും വെച്ച് വിഷണ്ണനായി കാശിനാഥൻ മുറ്റത്തേക്ക് വന്നു. ജീപ്പിൽ കയറിയിരിക്കവേ അവൻ തലചരിച്ച് ആകാംക്ഷയുടെ അകത്തേക്ക് നോക്കി. പക്ഷേ നിരാശയായിരുന്നു ഫലം. എന്തു പറ്റിയടാ, മുഖം വല്ലാതിരിക്കുന്നു? അവന് വിഷമം കണ്ട് ജിതൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, നീ വണ്ടി എടുക്ക്. മനസ്സിലായി, ഉണ്ണിക്കുട്ടൻ നിന്നോട് പിണക്കത്തിലാണല്ലേ? മറ്റു ഹോണറുടെ ശബ്ദം കേട്ടാൽ അവരാണല്ലോ ആദ്യം ഓടി വരാറ്. അത് കേട്ടത് കാശി വിഷമത്തോടെ അവനെ നോക്കി. മറ്റാരെന്നോട് പിണങ്ങിയാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ മോൻ എന്നോട് മിണ്ടാത്തത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലടാ. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. സാരമില്ലടാ, അവൻ കുഞ്ഞല്ലേ. 2 ദിവസം കഴിയുമ്പോഴേക്കും അവൻ്റെ പിണക്കമൊക്കെ മാറിക്കൊള്ളൂ. എന്നാൽ നമുക്ക് പോകാം. വണ്ടി നീ കമ്മീഷണർ ഓഫീസിലേക്ക് വിട്ടോ. കമ്മീഷണർ സാറ് കാണണമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. അന്നത്തെ പോലെ വീണ്ടും വല്ല ഇടാകൂടും തലയിലിട്ട് തരാനാണോ വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല സിക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പോവുകയാണ്, ജിതിൻ പറഞ്ഞു. എന്തിനെന്നോ? എനിക്ക് ജീവൻ കൊതിയുള്ളതുകൊണ്ട് തന്നെ. ആ ഗുണ്ടാരവിടെ പേടിയുണ്ടയുടെ മുന്നിൽ നിന്ന് കാഷ്ടിച്ചാന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ഒരണവിടെ തെറ്റിയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഒരു പടമായേനെ. ഇനി അങ്ങനത്തെ വിഷയമൊന്നും എന്നെ നോക്കണ്ട. കാശി അവനെ നോക്കി പുഞ്ചിരിച്ചു. നിനക്ക് പേടിയാണെങ്കിൽ വേണ്ട, എനിക്ക് പക്ഷെ പേടിയില്ല. നമ്മുടെ നാടിൻ്റെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ നാടിനെ തകർക്കാൻ വരുന്നവർ ആരായാലും ശരി, അവരെ ഒന്നും വെറുതെ വിടില്ല ഞാൻ. അഥവാ അതിനിടയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല. ഒരു നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കേണ്ടി വന്നാൽ അതിൽ പരം പുണ്യം വേറെ ഒന്നുമില്ല, കാശിനാഥൻ പറഞ്ഞു. ജിതിൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അവൻ വേഗം വണ്ടി വിട്ടു. പതിവ് പോലെ ചായയും കുടിച്ച് പന്തുമെടുത്ത് ഉണ്ണിക്കുട്ടൻ പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് ശനിയാഴ്ച ആയതിനാൽ കുട്ടികളെല്ലാവരും ബാറ്റും ബോളും പന്തുമായി മൈതാനത്ത് എത്തിയിരുന്നു. അവൻ ബോളും എടുത്ത് മൈതാനത്തിൻ്റെ പടിക്കെട്ടിൽ കൂട്ടുകാരെയും കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 2-3 ആൺപിള്ളേർ അവനരികിലേക്ക് വന്നത്. കണ്ടാൽ 10-14 വയസ്സ് പ്രായമുണ്ട്. അവൻ അന്തം വിട്ട് അവരെ നോക്കിയതും ഒരുവൻ അവൻ്റെ പന്ത് പിടിച്ചു വാങ്ങി. ഹായ്, കൊള്ളാലോ, നല്ല പന്ത്, വാടാ നമുക്കിതുകൊണ്ട് കളിക്കാം. അതെൻ്റെ പന്താ, ഞാൻ തരൂല, അവൻ പറഞ്ഞു. അതെന്താണ് ഞങ്ങൾക്ക് നിൻ്റെ പന്ത് തന്നാൽ? അവരിൽ ഒരുവൻ ചോദിച്ചു. എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ വരും, അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ വാങ്ങി തന്നതാ അതിന് താ, അവൻ ചിരുങ്ങിക്കൊണ്ട് പറഞ്ഞു. അയ്യേടാ, എന്നാലേ നിൻ്റെ അച്ഛൻ്റെ പന്ത് ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോയിക്കാം. നീ അവിടെ ഇരുന്ന് കണ്ടാൽ മതി. ഇല്ല, ഞാൻ തരൂല, എൻ്റെ പന്ത് താ, അവൻ കരഞ്ഞുകൊണ്ട് അവരുടെ പിറകെ ഓടി. മാറി നിൽക്കട അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നുണിക്കുട്ടനെ തള്ളിയതും അവൻ നേരെ ചളിയിൽ ചെന്ന് വീണു. അത് കണ്ടത് എല്ലാവരും അവനെ കളിയാക്കി ചിരിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു.
എൻ്റെ പന്ത് താ, മുമ്പ് ഇതുപോലെ എൻ്റെ 2 പന്ത് നിങ്ങൾ കൊണ്ടുപോയി കളഞ്ഞു, ഇത് ഞാൻ തരൂല. അതിൽ നീ തരണമെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ ഇതങ്ങ് എടുക്കുമല്ലേ. എൻ്റെ പന്ത് താ, ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ഓ, നിൻ്റെ അച്ഛൻ വന്നാൽ ഞങ്ങളെ മുഖിക്കിഴിച്ച് കയറ്റും, അത് പോടാ. അതും പറഞ്ഞ് അവർ തിരിഞ്ഞു നൽകാൻ ഒരിക്കലും ഉണ്ണിക്കുട്ടൻ ഓടി വന്ന് അവരെ പിടിച്ച്, എൻ്റെ പന്ത് താ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതും പറഞ്ഞ് ദേഷ്യത്തോടെ ഒരുവൻ അവനെ തടിക്കാൻ കൈയോങ്ങിയത് കയ്യിലൊരു പൊടി വീണു. എല്ലാവരും മുഖത്തിരിച്ച് നോക്കി. രോഷത്തോടെ അവനെ കയ്യിൽ മുറുകെ പിടിച്ച് നോക്കുന്ന ശ്രീപാർവതി കണ്ട് എല്ലാവരും അമ്പരന്നു. തുടരും.